നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർഗൻ ട്രാഫിക്കിംഗ് അഥവാ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉടലെടുത്തതിൻ്റെ പേരിൽ കൊച്ചിയിൽ ചില പ്രമുഖ ആശുപത്രികളിൽ 4-5 പ്രമുഖ ആശുപത്രികളിൽ ഇന്നലെ ED റെയ്ഡ് നടന്നു. ആശുപത്രി അധികൃതരുടെ നേരിട്ടുള്ള പങ്കോ അല്ലെങ്കിൽ അറിവോ ആസൂത്രണമോ ഇതിൽ ഉണ്ടെന്ന് ED ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഈ കേസിൽ ആശുപത്രിയുടെ പങ്കിനെക്കുറിച്ച് നിലവിൽ ചില നിഗമനങ്ങളിലാണ് ED എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലൊന്നാമതായി രേഖ പരിശോധിക്കുന്നതിൽ ആശുപത്രി അധികൃതർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. രോഗിയുടെ റേഷൻ കാർഡ്, ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെ ശുപാർശ കത്ത്, ഇതെല്ലാം തന്നെ വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസ്യത പരിശോധിക്കാൻ ആശുപത്രി അധികൃതർ മെനക്കെട്ടിട്ടില്ല. അതിൽ വലിയൊരു വീഴ്ചയാണ് അധികൃതർക്ക് സംഭവിച്ചതെന്ന് ED വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാരെയും മാനേജ്മെൻറ്റിനെയൊന്നും തന്നെ ED ഇതിൽ പ്രതി ചേർത്തിട്ടില്ല. കാരണം അവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു തെളിവൊന്നും അവർക്ക് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അവരെ ആരും തന്നെ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ആശുപത്രിയിലെ ഇൻസൈഡർമാരുടെ പങ്കിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ വേണ്ടിയാണ് ഇന്നലെ അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളത്. അതായത് ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ PRO, മെഡിക്കൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജീവനക്കാരുടെ അറിവോടെ അല്ലാതെ അല്ലെങ്കിൽ ഒത്താശയോടെ അല്ലാതെ ഇത്തരം വ്യാജരേഖകൾ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് ED മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ ജീവനക്കാരെയായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തത്. അത് സ്ഥിരീകരിക്കാനും അതെത്ര കണ്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു ഇന്നലത്തെ റെയ്ഡ്. അപ്പോൾ ആശുപത്രിയുടെ വാദം ഇതെന്താണ്? ഇതിൽ അവർ രേഖയുടെ വിശ്വാസ്യത പരിശോധിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് ആശുപത്രി അധികൃതർ വാദിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റിയും ഓതറൈസേഷൻ കമ്മിറ്റിയും സർക്കാർ അനുമതിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. അവരുടെ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അപ്രൂവൽ ലഭിക്കുന്നതോടെ മാത്രമേ അവർ ഈ സർജറി നടത്തുന്നുള്ളൂ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുള്ളൂ എന്നാണ് അവരുടെ വാദം. അപ്പോൾ ചുരുക്കത്തിൽ ആശുപത്രികൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ അഥവാ അവർ ഏജന്റുമാരാൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം EDക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ EDക്ക് ഈ ആശുപത്രി അധികൃതരുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അതിനുശേഷം മാത്രമാണ് ആശുപത്രികൾ അധികൃതരെയും മാനേജ്മെൻറ്റിനെയും ഡോക്ടേഴ്സിനെയൊക്കെ പ്രതി ചേർക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതുവഴി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് ED സംശയിക്കുന്നുണ്ട്. അപ്പോൾ PMR പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള ഒരു റെയ്ഡ് തന്നെയാണിത്. നമ്മൾ ഡിവൈൻ സ്റ്റാറ്റസ് ദൈവതുല്യമായി കാണുന്നവരാണ് ഈ
ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ആതുര സേവനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്ക് ഒരു ദൈവവേല പോലെയാണ് നാം കണ്ടിരുന്നത്. ആ ആ സ്ഥലത്താണ്, അങ്ങനെ കരുതിയിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ മനുഷ്യനെ മനുഷ്യൻ്റെ അവയവങ്ങൾ എടുത്ത് വിൽക്കുക, അതിൽ വൻതോതിലുള്ള കാശുണ്ടാക്കുക, അതുവഴി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുവഴി കള്ളപ്പണം, പൈസ ഒരുപാട് അമാസ് ചെയ്യുക, അത്രയും മോശം പ്രവർത്തികൾ നടക്കുന്നൊരിടമായി മാറി എന്നുള്ളതാണ്. നമുക്ക് പണ്ടൊക്കെ ഒരു ജലദോഷം വന്നാൽ പോലും നാം ഒക്കെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെയാണ് ആശ്രയിക്കുന്നത്. സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ ആൾക്കാർ കാണുള്ളൂ. സാധാരണ പലതും നിസ്സാരമായിട്ട് ഒരു ചെറിയ ഒരു ചുക്കും കുരുമുളകും തുളസിയിലയും തിളപ്പിച്ച് കുടിച്ചാൽ മാറാവുന്ന രോഗങ്ങൾ ആവുള്ളൂ. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഈ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അവിടുത്തെ ഫിസിഷ്യൻ നൽകുന്ന ഈ വളരെ വർണ്ണം പകിട്ടുള്ള ടാബ്ലറ്റ്സും മെഡിസിനും ഒക്കെ കൊടുക്കുമ്പോൾ മാത്രമേ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. എന്നാലേ ജനങ്ങൾക്ക് അത് വിശ്വാസമുള്ളൂ. അവരാണ് അറിവിൻ്റെ അവസാന വാക്ക്, മെഡിക്കൽ സയൻസിൻ്റെ അവസാന വാക്ക് എന്നത്. ഇവരിൽ പലരും ഈ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എടുക്കുന്നത് തന്നെ വലിയ കോടിക്കണക്കിന് കോഴ കൊടുത്തിട്ടൊക്കെയാണ് ആ ഒരു ഡിഗ്രി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പേഷ്യൻ്റ് അവരുടെ അടുത്തേക്ക് വരുമ്പോഴും അത് എങ്ങനെ വസൂലാക്കാം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് അവർ പേഷ്യൻറ്റിനെ സമീപിക്കുന്നത്. നല്ലൊരു സ്മൈലൊക്കെ മുഖത്ത് വരുത്തി, നല്ല പുഞ്ചിരി വരുത്തി, നല്ല സോപ്പിട്ടിട്ട് ഓരോ പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യും. ഇല്ലാത്ത രോഗങ്ങൾ പറഞ്ഞ്, അതിന് മാഫിയുണ്ട്, ഇല്ലാത്ത രോഗങ്ങൾ പറഞ്ഞ് വലിയ വലിയ മരുന്നുകൾ കൊടുക്കും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഒരു പേഷ്യൻ്റാണ്, എൻ്റെ ധാർമ്മികതയാണ് അവരുടെ രോഗം ചികിത്സിച്ച് മാറ്റേണ്ടത് എന്നതിന് പകരം ഒരു പൊട്ടൻഷ്യൽ ക്ലയൻ്റാണ് നമ്മുടെ മുന്നിൽ വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് അവരെ നടത്തി, എത്ര കണ്ട് കാശ് അവരുടെ വീട്ടിലെ കാശ് ഇങ്ങോട്ട് വരുത്താം എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇപ്പോൾ ആതുര ആലയങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് മനസ്സാക്ഷി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരായി. പല ആശുപത്രിയിലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഉടനെ തന്നെ ഈ ഓർഗൻ, അതിനു മുന്നേ തന്നെ ചില ഓർഗനൊക്കെ എടുത്ത് മാറ്റും എന്ന് പറയുന്നു, വിത്തൗട്ട് ദ പെർമിഷൻ ഒക്കെ മാറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയുന്നില്ല എന്താ നടക്കുന്നതെന്ന്. കാരണം എല്ലാവരും നിഷ്കളങ്കരാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, വിശ്വസിച്ച് ചെല്ലുകയാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഓർഗൻസൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് എന്നും പറയുന്നിട്ടുണ്ട്. അങ്ങനെയും ചില കേസുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു CD നമുക്ക് തരുകയും ചെയ്തു, ഓപ്പറേഷനൊക്കെ ചെയ്ത് പോരുമ്പോൾ. ഇപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ എന്തെങ്കിലും അവയവങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിർബന്ധമായി അത് ക്യാമറയിൽ പിടിക്കണം എന്നുള്ള ഒരു നിയമമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു ഏജൻറ്റ്, അദ്ദേഹം വലിയ തോതിലുള്ള ഈ ഓർഗൻ ട്രാഫിക്കിംഗ് നടത്തുന്നു എന്നുള്ള വിവരം EDക്ക് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പല മുഖ്യധാര ടെലിവിഷൻ ചാനലുകളും ഈ ആശുപത്രികളിലൊന്നും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 5 ആശുപത്രികൾ, കൊച്ചിയിലുള്ള പ്രമുഖ 5 ആശുപത്രികളിലാണ് ഇന്നലെ റെയ്ഡ് നടന്നത്. വളരെ നമുക്ക് ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഓരോ ആശുപത്രിയിലും ഇനിയുള്ള കാലങ്ങളിൽ ചികിത്സിക്കാൻ പോകാൻ. കാരണം നമ്മുടെ അജ്ഞത, അല്ലെങ്കിൽ നമ്മുടെ ആ ഫീൽഡിലുള്ള നമ്മുടെ ഇഗ്നറൻസ്, നമ്മുടെ വിവരമില്ലായ്മയെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യും എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സിനെ നിലനിൽപ്പില്ല. കമ്മീഷൻ വാങ്ങുന്ന എല്ലാ ഡോക്ടർമാരും ഈ സത്യസന്ധനായ ഒരു ഡോക്ടർക്ക് എതിരാവുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്.
അധികൃതരും ഒരു പരിധിവരെ അവർക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്. കാരണം വലിയ വലിയ കോടീശ്വരന്മാർ നടത്തുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തിയുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന വലിയ വലിയ കോടീശ്വരന്മാർ നടത്തുന്ന ആശുപത്രികളാണ് ഇത്തരം ഓർഗൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ അവയവ കടത്ത് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഭരണകൂടം അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവേണ്ടതുണ്ട്. അത് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം അത് നടന്നതും ഈ വളരെ എല്ലാവരും അടക്കം പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെ ഒരു നിയമപരമായിട്ടുള്ളൊരു ഒരു കൈകടത്തൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്, സമസ്ത മേഖലയിലും നടക്കുന്നുണ്ട്. ഈ ചൂഷണങ്ങൾ ചെയ്യുന്നുണ്ട്, വിശ്വാസ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഈ മെഡിക്കൽ സയൻസിലും അത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി. നമ്മുടെ ജുഡീഷ്യറി സ്ട്രോങ് അല്ല, ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഊരിപ്പോരാൻ, കാശുള്ളവർക്ക് ഊരിപ്പോരാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും ആരോഗ്യവും ഒക്കെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ എല്ലാവരും ഇറ്റേണൽ വിജിലൻസാണ്, നിതാന്തമായ ജാഗ്രതയെ ഇതിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. മെഡിക്കൽ സയൻസിനെ കുറിച്ച് നമുക്ക് എത്ര ജാഗരൂകരായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്കറിയാം. അവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുക അതിനെക്കുറിച്ച്. പക്ഷേ മനുഷ്യത്വമുള്ള കുറച്ചെങ്കിലും ആൾക്കാർ ആ മെഡിക്കൽ സയൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം. നന്ദി, നമസ്കാരം.